ഇന്ത്യ പാക് അതിർത്തിയിൽ വീണ്ടും സംഘർഷ സാധ്യത തുടരുന്നതിനിടെ കൊച്ചി നേവൽ ബേസിൽ INSV വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരം ശേഖരിക്കാൻ ശ്രമം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേന കൊച്ചി നേവൽ ബേസ് ആസ്ഥാനത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചാണ് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമം നടത്തിയത്. സംഭവത്തിൽ കൊച്ചി ഹാർബർ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, അതീവ ഗൗരവതരമായ ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? രാജ്യം അതിലേറെ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് വരുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണത് വ്യാജമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്? വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ രാത്രി 9:15 കൂടിയാണ് INS വിക്രാന്ത്. നമുക്കറിയാവുന്ന പോലെ തന്നെ രാജ്യത്തിന്റെ വിമാനവാഹിനി കപ്പലാണ്. കൊച്ചിയിലാണ് ഈ വിമാനവാഹിനി കപ്പൽ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സദേൺ നേവൽ കമാൻഡിന്റെ സംരക്ഷണത്തിലാണ്, അല്ലെങ്കിൽ സദേൺ നേവൽ കമാൻഡ് ആസ്ഥാനത്താണ് ഇപ്പോൾ INS വിക്രാന്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇന്നലെ ഒരു അജ്ഞാത ഫോൺ കോൾ വന്നതെന്നാണ് മനസ്സിലാവുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ കൊച്ചി നേവൽ ബേസ് ആസ്ഥാനത്തേക്ക് ഈ കോൾ വന്നത്. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു ശ്രമം നടത്തുകയായിരുന്നു. ഇന്നലെ രാത്രി 9:30 കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്തായാലും നാവികസേന പോലീസിൽ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹാർബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതിന്റെ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നാവിക ആസ്ഥാനത്ത് ലാൻഡ് ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും രാഘവൻ എന്ന പേരും പറഞ്ഞാണ് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ ശേഖരിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, കൊച്ചി നേവൽ ബേസ് ആസ്ഥാനത്തെ ലാൻഡ് ഫോണിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേന വിളിച്ച INS വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അതിൽ അന്വേഷണം നടക്കുകയാണ്. അതിന്റെ സ്ഥിരീകരണവും മറ്റു വിശദാംശങ്ങളും എല്ലാം ലഭ്യമാകേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.